ഇന്ന് ഭരണം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക ലക്ഷ്യം. സാമൂഹ്യ മാറ്റം അവർക്കില്ല. സാമൂഹ്യമായി പുറകോട്ട് പോകണം. ഇപ്പോൾ ശബരിമല പോലൊരു വിഷയത്തിൽ പുറകോട്ട് പോയി പാർട്ടി. നിരവധി വിഷയങ്ങളിൽ പാർട്ടി പുറകോട്ട് പോയി. വികസനം പാർട്ടിയുടെ അജണ്ടയായിട്ട് വന്നു. വിപ്ലവമോ സമരമോ മാറ്റമോ പാർട്ടിയുടെ അജണ്ടയല്ല. 77 തോറ്റപ്പോൾ ഞങ്ങൾ ആരും അന്ന് പാർട്ടിയിൽ ഒരാളും EMSനെയോ AKGയോ നയനാരെയോ അല്ലെങ്കിൽ അന്നത്തെ നേതൃത്വത്തിലെ ആരെയും വിമർശിച്ചിട്ടില്ല. തോൽക്കുന്നത് കൊണ്ട് ഇന്നിപ്പോൾ സ്ഥിതി എന്താണെന്ന് അറിയാം. ഈ ഇലക്ഷൻ തോറ്റാൽ ആദ്യം തെറിയേക്കാൻ പോകുന്ന പിണറായി വിജയനാണ്. പാർട്ടിക്കകത്ത് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി അനുഭാവികൾ ബുദ്ധിജീവികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരാളിൽ ഫോക്കസ് ചെയ്തു, അങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി. ശൈലജ ടീച്ചറെ നിർത്തായിരുന്നു, അങ്ങനെ നിർത്തായിരുന്നു, ഇങ്ങനെ നിർത്തായിരുന്നു, ശ്യാമളയെ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പാർട്ടിക്കകത്ത് തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോറ്റാൽ. രാഷ്ട്രീയം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും സമരപ്രവർത്തനത്തിലും ഏർപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകരാതിരിക്കാം. പക്ഷെ അത് ഭരണ പാർട്ടിയായി മാറരുത്. ഒരു ജനകീയ ഒരു വിപ്ലവ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു സമര ജനകീയ പാർട്ടിയായി അത് വളർന്നു നിൽക്കണം. ആളുകൾക്ക് കൊടുത്തിട്ട് മറ്റേ എന്താ പറയുക, ഞാൻ പെൻഷൻ കൊടുത്തു, മറ്റത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറഞ്ഞ ആളെ കൂടെ നിർത്തലല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി കൊടുത്തു എന്ന് പറഞ്ഞ ആളെ നിർത്തലല്ല. ആളൊക്കെ വേറെ സൊസൈറ്റി കിട്ടി അങ്ങോട്ടും പോകും. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയങ്ങളിലൊന്നും വന്നിട്ടുള്ളത്, ഏറ്റവും പ്രധാനം അതിൻ്റെയൊക്കെ ലീഡർഷിപ്പിൽ വന്നിട്ടുള്ളത് ഇവരുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന, അധ്യാപകരായിരുന്ന, വക്കീലന്മാരായിരുന്ന കുറേ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയത്തും മാറാം എന്നാണ് മാർക്സിസ്റ്റുകൾ പറയുന്നത്. ആക്സിസിൻ്റെ സർവേ വന്നപ്പോൾ കണ്ട ഒരു രസകരമായ കാര്യം, സർവേ എത്ര റിപ്പോർട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സീറ്റിൻ്റെ എണ്ണത്തിലല്ല ഞാൻ പോകുന്നത്. ഏത് വിഭാഗമാണ് UDFനെയും LDFനെയും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് അവരൊരു സർവേ റിപ്പോർട്ട് ഇട്ടു. അവർ പറഞ്ഞത് 25 വയസ്സിന് താഴെയുള്ള ആളുകൾ ബഹുഭൂരിപക്ഷവും UDFൻ്റെ കൂടെയാണ്, BJPയുടെ കൂടെ പോലുമല്ല, LDFനെതിരെ. എന്നാൽ മുമ്പ് തിരിച്ചായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. 80-കളിലൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു ചെറുപ്പക്കാർ മൊത്തം ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു, കോൺഗ്രസിൻ്റെ കൂടെയല്ല. കോൺഗ്രസ് ഒരു പിന്തിരിപ്പൻ പാർട്ടിയും ഇവരൊരു പുരോഗമന പാർട്ടിയുമാണ്, ഭാവിയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വികസനം അങ്ങനത്തിലൊന്നും ഈ യുവാക്കളെ ഏറ്റിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവം വേറെയാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. മെയ് 4 വിധിയറിയുമ്പോൾ ആ കോട്ട കൂടി തകരുകയാണെങ്കിൽ CPMന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? ബംഗാളിലെ പോലെ കേരളത്തിൽ കൂടി ഒരു അവസ്ഥ CPMന് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇടത് സർക്കാർ തകരുകയാണ് എങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമായിരിക്കുമോ? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് CPMൽ ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. അടിയന്തരാവസ്ഥയ്ക്കെതിരായ എൻ്റെ രാഷ്ട്രീയം CPMുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് 1977. അന്ന് എനിക്ക് വോട്ടവകാശമില്ല. പക്ഷേ ഞാൻ അന്ന് 21 വയസ്സാണ് വോട്ട്. അന്ന് എനിക്ക് 21 വയസ്സായിട്ടില്ല. അതുകൊണ്ട് ആക്റ്റീവായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ധാരാളമായി നടന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തോറ്റ ഇലക്ഷനാണ്. ഒരു MP പോലും കിട്ടിയില്ല. എല്ലാ MPമാരും അവരായി നിയമസഭയിൽ തന്നെ 111 സീറ്റിലാണ് അന്ന് UDF എന്നുവെച്ചാൽ കോൺഗ്രസ്, അന്ന് CPI അപ്പുറത്താണ് അവർ ജയിക്കുന്നത്, കരുണാകരൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയും ഉണ്ടായില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിക്കാൻ വേണ്ടി വന്ന പാർട്ടിയല്ല, സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ വന്ന പാർട്ടിയാണ്. രാഷ്ട്രീയമാണ് ഞങ്ങൾ സംസാരിച്ചത്. സമരങ്ങളിലൂടെ മുമ്പോട്ട് പോയി. പിന്നെ നമ്മൾ കാണുന്ന അടുത്ത 3 വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ CPMൻ്റെ ഏറ്റവും വളർച്ച കിട്ടിയ 3 വർഷമാണ്. രാജൻ കേസ് വരുന്നു, അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, അടിയന്തരാവസ്ഥയുടെ ചെയ്തികൾ പുറത്തു വരുന്നു. കേരളത്തിൽ ആദ്യമായി 3 യൂണിവേഴ്സിറ്റി യൂണിയനുകളും SFI പിടിക്കുക. ഞാനന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം കേരള യൂണിവേഴ്സിറ്റി പിടിച്ചു, കാലിക്കറ്റ് പിടിച്ചു, പിന്നെ MG പിടിച്ചു. എന്ന് പറഞ്ഞാൽ 3 യൂണിവേഴ്സിറ്റികളിലും അതുപോലെ SFI കേരളത്തിലെ എല്ലാ കോളേജുകളിലും, അതിന് മുമ്പൊന്നും എല്ലാ കോളേജിലും വന്നിട്ടില്ല, എല്ലാ കോളേജുകളിലും ആർട്സ് സയൻസ് ഇതുള്ള പ്രൈവറ്റ് കോളേജുകളടക്കം എയ്ഡഡ് കോളേജുകളിലടക്കം SFI വലിയ വിജയം നേടുകയും യുവാക്കളുടെ ഇടയിൽ വലിയ ഉണർവുണ്ടാവുകയും SFIയും അന്ന് KSYF ആണ്, അന്നത്തെ DYFI, KSYFും ഞാൻ അതിലൊക്കെ ആക്റ്റീവായി നിന്ന ആളാണ്. ഒരു നിരാശയും തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് നമുക്കുണ്ടായിട്ടില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയമുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഭരണം കിട്ടുക എന്നുള്ളതിനേക്കാൾ രാഷ്ട്രീയം പറയാനുള്ളതാണ്. 1950കളിലെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് EMS പറഞ്ഞൊരു ലേഖനമുണ്ട്. അതിൽ പറയുന്നത് കെട്ടിവെച്ച കാശ് കിട്ടിയത് ഞങ്ങളുടെ വിജയമാണ്. EMS തോറ്റിട്ട് കെട്ടിവെച്ച കാശ് കിട്ടി. കാരണം അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ അതിനെ കണക്കാക്കിയിരുന്നത്. പക്ഷേ 80ൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു.
82 ആ ഭരണം അട്ടിമറിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 1969 മുതൽ 87 വരെ 18 വർഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1.5-2 വർഷത്തിൽ താഴെ ഭരിച്ചിട്ടുള്ളൂ. ഞാൻ ആക്റ്റീവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന കാലത്താണ്. ഭരണം നമുക്കൊരു വിഷയമേ ആയിരുന്നില്ല. ഭരണം വരും പോകും. മാത്രമല്ല വർഗീയ പാർട്ടികളും മറ്റു രീതിയിലുള്ള കാര്യങ്ങളും ശക്തമായ നിലപാടില്ല. രാഷ്ട്രീയം നമ്മൾ പറയും തോൽക്കണേ തോൽക്കട്ടെ, ജയിക്കണേ ജയിക്കട്ടെ, ഭരണമല്ല നമ്മുടെ പ്രശ്നം എന്ന അർത്ഥത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാതാവും എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ തോറ്റാലും വരാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യത്യാസം വന്നു. ആ വ്യത്യാസമാണ് പ്രശ്നം. കാരണം ഇന്ന് ഭരണം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക ലക്ഷ്യം. സാമൂഹ്യ മാറ്റം അവർക്കില്ല. സാമൂഹ്യമായി പുറകോട്ട് പോകണം. ഇപ്പോൾ ശബരിമല പോലൊരു വിഷയത്തിൽ പുറകോട്ട് പോയി പാർട്ടി. നിരവധി വിഷയങ്ങളിൽ പാർട്ടി പുറകോട്ട് പോയി. വികസനം പാർട്ടിയുടെ അജണ്ടയായിട്ട് വന്നു. വിപ്ലവമോ സമരമോ മാറ്റമോ പാർട്ടിയുടെ അജണ്ടയല്ല. അപ്പോൾ വികസനം, ഇത് ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് സംഭവിച്ചിട്ടുള്ളൊരു പ്രധാന കാര്യമാണിത്. വികസനം, മൂലധന സൗഹൃദം, അങ്ങനെയുള്ള വാക്കുകളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ അതിനുള്ളൊരു ടൂളല്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ഫലം എന്താ? അധികാരം, പണം. അപ്പോൾ പ്രത്യയശാസ്ത്രത്തിൻ്റെ സാധാരണ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിൽഡ് ചെയ്യുന്നത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പശ കൊണ്ട് ഒരാളുടെ മേൽ ഒരാളെ എന്നുവെച്ചാൽ കല്ലിന് മേൽ കല്ലടുക്കി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ പ്രത്യയശാസ്ത്രം ഉറച്ചു നിൽക്കുന്നിടത്തോളം ആ സ്ട്രക്ചർ തകരില്ല. ഇലക്ഷൻ ജയിക്കാം തോൽക്കാം, സ്ട്രക്ചർ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അന്ന് ഒരു കാലത്തും ഭരണം പോയി എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിട്ടില്ല. ഇന്ന് സ്ഥിതി അതല്ല. ഒന്ന്, ഭരണം വികസനം എന്നല്ലാതെ സാമൂഹ്യ മാറ്റം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിൽ നിന്ന് പോയി. ഇപ്പോൾ ഞാനൊക്കെ എത്രയോ പ്രസംഗിച്ചിട്ടുള്ള ജനകീയ ജനാധിപത്യ വിപ്ലവം വരും കേരളത്തിൽ, ഇന്ത്യയിൽ, അതിനുവേണ്ടിയുള്ള ഒരു ടൂളാണ് എന്നൊക്കെയുള്ള പാർട്ടി പരിപാടിയൊക്കെ ഇന്ന് പാർട്ടി പരിപാടി ആരും വിശദീകരിക്കാറില്ല. എന്തെങ്കിലും പാർട്ടി പരിപാടി ഉണ്ടോയെന്ന് പാർട്ടിക്കാർക്ക് അറിയില്ല. അവർ തന്നെ പരാതിപ്പെടുന്ന പോലെ ഒരു ക്ലാസ് പോലും ഇല്ല. രാഷ്ട്രീയ ക്ലാസ് പോലും പാർട്ടി നടത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്രത്യയശാസ്ത്രം എന്ന് പ്രസക്തമല്ല. ഇന്ന് വികസനമാണ്. അവിടെ റോഡ് കൊണ്ടുവന്നു, ഇവിടെ റോഡ് കൊണ്ടുവന്നു, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടു, ഇവിടെ അതിട്ടു. അങ്ങനെ അധികാര വികേന്ദ്രീകരണം വന്നുകൊണ്ടിട്ട് അത് ഏറ്റവും താഴെ തട്ടിൽ വരെ വന്നു. ഭരണത്തിലെ പങ്ക്, ആ സ്ട്രക്ചർ, പശ എന്താ പറയുക, അതിൻ്റെ പശ മാറി. പശ അഴിമതിയുടെയും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പശ കൊണ്ടുണ്ടാക്കിയ പാർട്ടിയായി. ഇത് കേവലം പാർട്ടിയുടെ രൂപത്തിൽ മാത്രമല്ല, പാർട്ടിയുടെ ആശയത്തിൽ മാത്രമല്ല, അത് സംഘടനയിൽ വന്നു. ഉദാഹരണത്തിന് 77 ദയനീയമായി തോറ്റിട്ടും ഒരാൾ പോലും പാർട്ടിക്കകത്ത് EMSനെതിരായോ അല്ലെങ്കിൽ അന്നത്തെ നേതൃത്വത്തിനെതിരെയോ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. നമ്മളതല്ല, നമ്മൾ ജയിക്കാനുള്ളതല്ല. തോൽക്കും, ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. ചില ടാക്ടിക്സ് ഫെയിലാവും, ചില ടാക്ടിക്സ് ജയിക്കും. അതുകൊണ്ട് 77 തോറ്റപ്പോൾ ഞങ്ങൾ ആരും അന്ന് പാർട്ടിയിൽ ഒരാളും EMSനെയോ AKGയോ നയനാരെയോ അല്ലെങ്കിൽ അന്നത്തെ നേതൃത്വത്തിലെ ആരെയും വിമർശിച്ചിട്ടില്ല തോൽക്കുന്നത് കൊണ്ട്. ഇന്നിപ്പോൾ സ്ഥിതി എന്താണെന്ന് അറിയാം. ഈ ഇലക്ഷൻ തോറ്റാൽ ആദ്യം തെറികേക്കാൻ പോകുന്ന പിണറായി വിജയനാണ്. പാർട്ടിക്കകത്ത് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി അനുഭാവികൾ, ബുദ്ധിജീവികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരാളിൽ ഫോക്കസ് ചെയ്തു, അങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി. ശൈലജ ടീച്ചറെ നിർത്തായിരുന്നു, അങ്ങനെ നിർത്തായിരുന്നു, ഇങ്ങനെ നിർത്തായിരുന്നു, ശ്യാമളയെ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പാർട്ടിക്കകത്ത് തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോറ്റാൽ. മുമ്പ് പാർട്ടി നേതൃത്വം EMSും അതുപോലെയുള്ള ആളുകളും അതിന് കൃത്യമായ രാഷ്ട്രീയ വ്യാഖ്യാനം തരും. ഇന്ന് രാഷ്ട്രീയ വ്യാഖ്യാനം MV ഗോവിന്ദൻ വ്യാഖ്യാനം നടത്തിയാൽ അത് പൊളിഞ്ഞ് പാളീസായി പോകും. കാരണം MV ഗോവിന്ദന് ഒരു വ്യാഖ്യാനമില്ല. M സ്വരാജിന് MV ഗോവിന്ദനും പറയാവുന്ന രാഷ്ട്രീയം മറ്റേ സന്ദേശം സിനിമയിലെ പറയുന്ന സംഗതിയേ ഉള്ളൂ. അത്ര മൂല്യമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലുള്ള പാർട്ടിയാണ് എന്ന് തീരുമാനിക്കുകയും അത് അഴിമതി നടത്താണ്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു വന്നിട്ടുള്ള പുതിയ ആളുകളുടെ ലിസ്റ്റ് നമ്മളെടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണത്തിൽ കിട്ടി വന്നിട്ടുള്ളവരാണ്, ഭരണത്തിൻ്റെ സാധ്യതകൾ കണ്ടു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഭരണമില്ല എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ്. ഇതിൻ്റെ ബംഗാളിലും പറ്റിയത്. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായൊരു അടിത്തറയും സംഘടനയും ഉണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാൽ പോകില്ല. അപ്പോൾ 2011 തോൽക്കുമ്പോൾ 60 സീറ്റ് അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഭയിലുണ്ടായിരുന്നു. പക്ഷേ 2016 ആയപ്പോഴും അത് 0 ആയി, 21 ആയപ്പോഴും 0 ആയി. ഇപ്പോൾ ചിലപ്പോൾ 1-2 കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ചതുഷ്കോണ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ജയിച്ചേക്കാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഭരണത്തിലെത്താൻ ഏതെങ്കിലും സാധ്യതയുണ്ടെന്ന് ഏറ്റവും നല്ല എന്താ പറയുക, അതിനുള്ള ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം അത് അവിടെ മാത്രമല്ല, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലടക്കം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന ഏതാണ്ട് എല്ലാ സ്ഥലത്തും, ചൈന മാത്രമാണ് അതിലൊരു എക്സെപ്ഷൻ, ക്യൂബയൊക്കെ, അത് വേറെ കാര്യമാണ്. അവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേരിലേ ഉള്ളൂ. ആ അർത്ഥത്തിൽ അവരുടെ ആ ആശയപരമായ അടിത്തറ തകരുകയും, ആശയപരമായ അടിത്തറ തകർന്നാൽ പിന്നെ ഉണ്ടാകുന്ന മേൽക്കൂര ഭരണത്തിൻ്റെ മേൽക്കൂരയാണ്. അടിത്തറ പോയാൽ പിന്നെ മേൽക്കൂര ഇല്ല എന്ന് മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ, ഈ ഭരണം തോറ്റാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തകരാതിരിക്കാം, പ്രൊവൈഡഡ് എങ്ങനെയാണെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ ബംഗാളിൽ അതിന് ചെറിയ ശ്രമം നടത്തുന്നുണ്ട്, പക്ഷെ അതൊക്കെ വളരെ ലേറ്റായിപ്പോയി എന്ന് ഞാൻ കണക്കാക്കണം. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ ജയിക്കേണ്ട. ഞാൻ പറഞ്ഞ 2031 ജയിക്കണം എന്നായിരിക്കരുത് നമ്മുടെ ടാർഗറ്റ്. 2031 വരെ രാഷ്ട്രീയം പറയണമെന്നാണ് ടാർഗറ്റ്. തോറ്റോട്ടെ. അതാ ഞാൻ പറഞ്ഞേ, 20 പാർലമെൻറ്റ് സീറ്റും നഷ്ടപ്പെട്ടു. 111 സീറ്റ് കരുണാകര മുന്നണിക്ക് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. അന്നും ഇന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ ഭരണം പോയാൽ വലിയ നിരാശയായിരിക്കും പാർട്ടി അണികൾക്കുണ്ടാവുക. കാരണം സംഘടനയില്ല, പാർട്ടി അടിസ്ഥാനപരമായ ആശയമില്ല, വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയമാണ്. മറ്റതങ്ങനെയല്ല. പാർട്ടി ഒരിക്കലും ഒരു MLA വിശ്വസിച്ചിട്ടല്ല കൊടുക്കുക. ഈ MLAയുടെ കഴിവുകൊണ്ട് ജയിക്കുന്നല്ല പാർട്ടി പറയുക. അങ്ങനെ ജയിക്കണ്ട. പാർട്ടിയുടെ വോട്ട് കൊണ്ട് ജയിക്കണം. പാർട്ടി നിൽക്കട്ടെ. തോൽക്കുന്ന മണ്ഡലങ്ങളിൽ പോലും പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നൊരു വാശി നമ്മളുണ്ടായിരുന്നു. ചിലപ്പോൾ ജയിക്കാൻ വേണ്ടി ചിലരൊക്കെ നിർത്തിയിട്ടില്ല എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ചില സ്വതന്ത്രരെയൊക്കെ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും പാർട്ടി രാഷ്ട്രീയം കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാനതിന് ഒറ്റ ഉദാഹരണം കൂടി പറയാം. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് കേവല ഭൂരിപക്ഷം കൊണ്ടല്ല, 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോട് കൂടിയാണ്. ആ 5 സ്വതന്ത്രന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ആ 5 സ്വതന്ത്രന്മാർ ഒന്ന് VR കൃഷ്ണയ്യരായിരുന്നു, ഒന്ന് ഡോക്ടർ AR മേനോനാണ്, ഒന്ന് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇവർ 3 പേരും മന്ത്രിയാവുകയും കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ വലിയ ഇടപെടൽ നടത്തുകയും ചെയ്ത ആളുകളാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തുന്ന സ്വതന്ത്രരെന്ന് ആലോചിച്ച് നോക്കൂ. അതിലൊന്ന് PV അൻവറ ആയിരുന്നു ഒരാൾ, അബ്ദുറഹിമാന്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളാണ്. അങ്ങനെ സ്വതന്ത്രരെ നിർത്തി നിങ്ങൾക്ക് എവിടെ ജയിക്കാൻ പറ്റും? അവർ നിർത്തിയിട്ട് എന്താ കാര്യം? കാരണം അത് രാഷ്ട്രീയം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നേരെ മറിച്ച് രാഷ്ട്രീയം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും സമരപ്രവർത്തനത്തിലും ഏർപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകരാതിരിക്കാം. പക്ഷെ അത് ഭരണ പാർട്ടിയായി മാറരുത്. ഒരു ജനകീയ, ഒരു വിപ്ലവ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു സമര ജനകീയ പാർട്ടിയായി അത് വളർന്നു നിൽക്കണം. ആളുകൾക്ക് കൊടുത്തിട്ട് എന്താ പറയുക, ഞാൻ പെൻഷൻ കൊടുത്തു, മറ്റത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറഞ്ഞ ആളെ കൂടെ നിർത്തലല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി കൊടുത്തു എന്ന് പറഞ്ഞ ആളെ നിർത്തലല്ല, ആളൊക്കെ വേറെ സൊസൈറ്റി കിട്ടി അങ്ങോട്ടും പോകും. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയങ്ങളിലൊന്നും വന്നിട്ടുള്ളത്, ഏറ്റവും പ്രധാനം, അതിൻ്റെയൊക്കെ ലീഡർഷിപ്പിൽ വന്നിട്ടുള്ളത് ഇവരുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന, അധ്യാപകരായിരുന്ന, വക്കീലന്മാരായിരുന്ന കുറേ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയത്തും മാറാം എന്നാണ് മാർക്സിസ്റ്റുകൾ പറയുന്നത്. അവർ അങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം. ബുദ്ധിജീവിയൊക്കെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് എത്ര കാലം നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പാർട്ടി ഇല്ലാണ്ടായാൽ പിന്നെ അവരൊന്നും അവിടെ കാണില്ല, ആ പ്രദേശത്ത് കാണില്ല. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. പാർട്ടി തകർന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയം കൊണ്ടാണ്. ഇപ്പോൾ അവസാനമായി ഏറ്റവും കൂടുതൽ ആക്സിസിൻ്റെ സർവേ വന്നപ്പോൾ കണ്ട ഒരു രസകരമായ കാര്യം, സർവേ എത്ര റിപ്പോർട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അതിൻ്റെ സീറ്റിൻ്റെ എണ്ണത്തിലല്ല ഞാൻ പോകുന്നത്. ഏത് വിഭാഗമാണ് UDF-നെയും LDF-നെയും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് അവരൊരു സർവേ റിപ്പോർട്ട് ഇട്ടു. അവർ പറഞ്ഞത് 25 വയസ്സിന് താഴെയുള്ള ആളുകൾ ബഹുഭൂരിപക്ഷവും UDF-ൻ്റെ കൂടെയാണ്, BJP-യുടെ കൂടെ പോലും അല്ല, LDF-നെതിരെ. എന്നാൽ മുമ്പ് തിരിച്ചായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. 70-കൾ 80-കളിലൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു ചെറുപ്പക്കാർ മൊത്തം ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു, കോൺഗ്രസിൻ്റെ കൂടെയല്ല. കോൺഗ്രസ് ഒരു പിന്തിരിപ്പൻ പാർട്ടിയും ഇവരൊരു പുരോഗമന പാർട്ടിയുമാണ്, ഭാവിയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വികസനം വാങ്ങാത്തതിലൊന്നും ഈ യുവാക്കളെ ഏറ്റിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവം വേറെയാണ്. ഈ വികസനം അവരുടെ കൊള്ളുന്നില്ല. വലതുപക്ഷ വികസനമാണ് പറഞ്ഞത്. നേരെ മറിച്ച് അവരെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ. SFI കഴിഞ്ഞ 40 കൊല്ലമായി അല്ലെങ്കിൽ 50 കൊല്ലമായി കേരളത്തിൽ ഇത്രയും ക്യാമ്പസുകളിൽ വിജയിച്ചു വന്നിട്ട് അതിൽ എത്ര പേര് CPM ആയി? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ CPM വലിയ പാർട്ടിയാവണ്ടേ? എന്തേ ആവാഞ്ഞത്? യുവാക്കൾ ഇപ്പോഴും ടിൽട്ട് UDF-നോടാണ് എന്ന് കാണുകയാണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കണം ഇപ്പോഴും. അത് ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു പഴയ ബോധമാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന് തോന്നുന്ന ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഇനി അധികകാലം നിൽക്കില്ല. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചെറിയ പെൻഷനിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം കണക്കാക്കുന്നവരല്ല. അതുകൊണ്ട് അവരെ കൂടെ നിർത്താനും പറ്റില്ല.